ലഹരിയുടെ പക്ഷികൾ കൂടുകൂട്ടിക്കഴിഞ്ഞു. രാജ്യത്തിന്റെ കരുത്തും ഭാവി വാഗ്ദാനവുമാകേണ്ട പുതുതലമുറ ലഹരിയാൽ ചിന്താശേഷി നഷ്ടമായി മനുഷ്യത്വം മരവിച്ച് മൃഗതുല്യമായ ഭീകരാവസ്ഥ. ലിംഗവ്യത്യാസമില്ലാതെ ലഹരിക്കായി കുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് പോലും വിധേയമാകുന്ന വേദനാജനകമായ കാഴ്ച. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന, അതിക്രമങ്ങൾ നിത്യസംഭവമാകുന്ന, ആത്മഹത്യയും കൊലപാതകങ്ങളും വർദ്ധിക്കുന്ന ഈ നാടിന് മോക്ഷം വേണം. ദൃശ്യമാധ്യമങ്ങളിലൂടെ മാത്രം പരിചിതമായ ലഹരി എന്ന മഹാവിപത്ത് നമ്മുടെ പടിവാതിൽക്കലും എത്തി നിൽക്കുന്നുവെന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും തിരിച്ചറിയണം. ലഹരിക്കെതിരായ പോരാട്ടം ഭരണകൂടത്തിൻ്റെയോ പോലീസിൻ്റെയോ മാത്രം കർത്തവ്യമായി കരുതാതെ നാം ഓരോരുത്തരും പ്രതികരണത്തിൻ്റെ കണ്ണികളാവുക. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നമുക്ക് പറ്റിയ കേന്ദ്രം. ഇവിടെയോ ബ്രോ? ഇവിടെ കുട്ടികളല്ലേ? അതെ, അവരാണ് നല്ല ഇരകൾ. ചിലന്തി വലയിൽ എപ്പോഴെങ്കിലും വലിയ ഇരകൾ വീഴാറുണ്ടോ? വീണാലും അവ വലയം പൊട്ടിച്ചു പോകും. ഓ, അപ്പോൾ കുട്ടികൾ തന്നെ പറ്റിയ ഇരകൾ. അവരെ എങ്ങനെ നമുക്ക് വലയിൽപ്പെടുത്താം? ചൂണ്ടയിൽ മീൻ കുരുക്കുന്നത് താൻ കണ്ടിട്ടില്ലേ? ഇരയിട്ട് കാക്കുക. മീൻ താനെ കൊത്തിക്കൊള്ളും. കെണിയിലായ ശേഷം ജീവനായുള്ള ഒരു പിടച്ചിലുണ്ടല്ലോ, കാണാൻ ഒരു വല്ലാത്ത സുഖമാ. എന്താ ബ്രോ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. ആദ്യം ലഹരി ചേർത്ത ഈ മിഠായികൾ സൗജന്യമായി നൽകണം. അവർ നമ്മുടെ വരുതിയിലായ ശേഷം പണം നൽകിയാൽ മാത്രം കൊടുത്താൽ മതി. അവർ ഏത് വിധേനവും പണവുമായി എത്തും, തീർച്ച. ഓ, അപ്പോൾ വിശ്വസ്തരായ മൂന്നാലെണ്ണത്തിനെ നമുക്ക് കച്ചവടത്തിനായി ഉപയോഗിക്കാം അല്ലേ? അതെ, 50-100 രൂപയും 2 മിഠായി നൽകിയാൽ കച്ചവടം നടത്തി മുഴുവൻ പണവും അവർ നമ്മൾക്ക് എത്തിക്കും. നിങ്ങളെന്താ ഇവിടെ? സാറിനെ കാണാനാ. സാറിനെ കാണാനോ? സാറിനെ കാണാൻ പോലീസ് സ്റ്റേഷൻ അല്ലടാ വരാനുള്ള, സ്കൂളിലാണോടാ? അതല്ല സാർ, സ്കൂളിലെ സാറിനെ കാണാനാ. എന്താ കാര്യം? കലോത്സവവുമായി ബന്ധപ്പെട്ട കാര്യത്തിനാ സാറേ. നിന്നെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോടാ. അത് സാറിനെ പേടിച്ചിട്ടാ സാറേ. സാറിനെ കണ്ടിട്ട് ഇപ്പൊ വിട്ടോളാം. ശരി സാർ, ശരി. തിരികെ വരുമ്പോൾ കണ്ടുപോകരുത് രണ്ടിനെയും. ഹാവൂ, മാരണം പോയി. ഹേ ബ്രോ, ഞാൻ ബെല്ലടിച്ച്. കുട്ടികളിപ്പോൾ പുറത്തു വരും, ബാ. നിക്ക്. നമ്മൾ കൂട്ടത്തിൽ 2-3 കുട്ടികൾക്ക് മാത്രം മിഠായി നൽകുക. സംശയമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ അളിയാ, അവിടെ ഒരു സൂപ്പർ ബൈക്ക് ഇരിക്കുന്നുണ്ടോ? ചിലപ്പോൾ ആ ചേട്ടന്മാരേതായിരിക്കും. ബാ, നമുക്ക് പോയി ചോദിച്ചു നോക്കാം. ഹേ ബ്രോ, അവരെത്തി. കണ്ടോ, ചൂണ്ടയിൽ മീൻ കൊത്തി തുടങ്ങി. ചേട്ടാ, ഇതാണോ ഡ്യൂക്ക്? അതെ, എന്താ ഇഷ്ടമായോ? സൂപ്പർ. ഇതിന് എന്ത് വില വരും? 2 ലക്ഷം രൂപ വരും. എൻ്റെ അമ്മേ, എന്താ ഒരു സ്റ്റൈല്! ചേട്ടൻ 100-ലൊക്കെ പറപ്പിച്ചിട്ടുണ്ടോ? അതൊക്കെ മേലെ. ഞങ്ങൾ ഇതിലാ റേസിങ്ങിന് പോകുന്നത്. അനിയന്മാർ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 8ാം ക്ലാസ്സിൽ. എല്ലാ ദിവസവും ഈ സമയത്ത് തന്നെ ഇന്റർവെല്ല്. അതെ. നിങ്ങൾക്ക് മിഠായി വേണോ? വേണ്ട, ആരുടെയും കയ്യിൽ നിന്നും ഒന്നും വാങ്ങി കഴിക്കല്ലെന്ന് രമേശൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. വേണ്ടളിയ, രമേശൻ മാഷ് പറഞ്ഞാൽ സീനാവേ. വാങ്ങി കഴിയടേ, സാറൊന്നും അറിയാൻ പോണില്ല. എന്നാ പിടി. എന്നാ വാങ്ങ്. ഇത് ഒരു പ്രത്യേക
പ്രത്യേകതരം മിഠായിയാണ്. ഇത് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ചേട്ടാ ഒരു മിഠായി കൂടെ തരാമോ? അതിനെന്താ, പക്ഷേ നാളെ മിഠായി വേണമെങ്കിൽ കാശ് തരണം. അപ്പോൾ നാളെ ഇതേ സമയം ഇവിടെ വെച്ച് കാണാം നമുക്ക്. എടാ വല്ലാത്തൊരു സുഖം. നിനക്ക് തലകറങ്ങുന്നുണ്ടോ? ചേട്ടന്മാർ പറഞ്ഞതുപോലെ മറ്റേതോ ഒരു ലോകത്തെത്തിയ ഒരു പ്രതീതി. എനിക്കും സ്വർഗത്തിൽ എത്തിയതുപോലെ തോന്നുന്നു. ഇന്ന് അവന്മാരെ കാണാനല്ലോ ബ്രോ. വരും, വരാതിരിക്കില്ല. അമ്മാതിരി സാധനമല്ലേ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ചേട്ടാ ഇന്നലെ തന്ന മിഠായി തരാമോ? തരാം, പക്ഷേ എൻ്റെ കയ്യിലൊക്കെ കാശുണ്ടോടാ? ഇന്ന് കാശില്ല ഏട്ടാ, നാളെ തരാം. പ്ലീസ് ചേട്ടാ, കാശ് നാളെ തരാം. പോ പോ പോ, കാശില്ലാതെ ഒന്നും തരില്ല. പോടേ, പോയി കാശും കൊണ്ടുപോവാ. പോ പോ. ബായ്, ഒരു സാധനം എന്താ ബായ്? പോടാ, നിനക്ക് സാധനമില്ല, ഒന്നുമില്ല, നീ പോ. ബായ് പറ്റണില്ല ബായ്. ഒരെണ്ണം എന്താ ബായ്? ഒന്നുമില്ല, അരയുമില്ല. പൈസ ഉണ്ടെങ്കിൽ നിനക്ക് സാധനം തരും, ഇല്ലെങ്കിൽ നീ പോ. പൈസ തരാം ബായ്. ഇപ്പൊ ഒരെണ്ണം എന്താ ബായ്? പോടാ, ഓ. ഹേ ബ്രോ, ഇത് നിങ്ങളുടെ പഴയ ചങ്കല്ലേ ബ്രോ? ചങ്ക് അതൊക്കെ പണ്ട്. ഇവിടെ ബന്ധങ്ങളുമില്ല, സൗഹൃദവുമില്ല, കച്ചവടം മാത്രം. ബായ്, നിങ്ങൾക്ക് ഞാൻ ഒരുപാട് കാശ് തന്നിട്ടുള്ളല്ലേ ബായ്? എന്നിട്ടാണ് ഇപ്പൊ എന്നോട് ഇങ്ങനെ കാണിക്കുന്നതല്ലേ? പോടാ, കൊന്നോ പിടിച്ചു പറിച്ചോ നീ പൈസ ആറ്റുവാ, എന്നിട്ട് നിനക്ക് സാധനം തരാം. എവനെ എടുത്ത് ദൂരെ എടുത്ത് കളടാ. കനവില്ല നിനവില്ല കുളിരുമില്ല, സ്മരണയിൽ നന്മതൻ കണികയില്ല. കനവില്ല നിനവില്ല കുളിരുമില്ല, സ്മരണയിൽ നന്മതൻ കണികയില്ല. ലഹരിയാൽ നീ തീർക്കും മായാപ്രപഞ്ചത്തിൽ സ്തബ്ധമായി തീർന്നൊരീ ജീവിതങ്ങൾ. ലഹരിയാൽ നീ തീർക്കും മായാപ്രപഞ്ചത്തിൽ സ്തബ്ധമായി തീർന്നൊരീ ജീവിതങ്ങൾ. ഇതാ പൈസ, മിഠായി തരൂ. അല്ല നീ ഇതെവിടെ പൈസ? അത് നിങ്ങൾ എന്തിനറിയണം? കൊള്ളാം, മിടുക്കന്മാർ. 2 മിഠായി അധികമുണ്ട്. അപ്പോ നാളെ ഇതേ സമയം ഇവിടെ വെച്ച് കാണാം. ഓക്കെ ബ്രോ, ശരി, നാളെ കാണാം. ഹോ, എന്താ ഒരു സുഖം. ഇന്ന് സ്മിതയുടെ ബാഗിൽ നിന്നാ ഞാൻ കാശ് ഒപ്പിച്ചത്. നാളെ നിങ്ങളെ പൈസ ഒപ്പിക്കണം. ഇനിയും മിഠായില്ലാതെ പറ്റില്ല. എന്താ ഒരു സ്വാദ്, എന്താ ഒരു സുഖം. നാളെയും എങ്ങനെയെങ്കിലും ക്യാഷ് ഒപ്പിക്കണം. അയ്യോ, സ്മിത കരയുന്നു. എന്തിനാ കരയുന്നേ?
കാര്യം പറയൂ സ്മിത. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. 2 മാസമായി നിങ്ങളെയൊക്കെ കണ്ടിട്ട്. എന്തുണ്ട് വിശേഷം? നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? അതെ, സുഖം മാഷേ. മാഷേ, സ്മിത കരയുന്നു. ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. എന്തിനാ മോളെ കരയുന്നത്? മോൾക്ക് എന്തു പറ്റി? മാഷെ, എന്റെ ബാഗിലിരുന്ന് 300 രൂപ കാണുന്നില്ല. ബസ് ഫീസ് അടയ്ക്കാനും ജോമെട്രി ബോക്സ് വാങ്ങാനും അച്ഛൻ തന്ന കാശാ മാഷെ. അസുഖം കാരണം കഴിഞ്ഞ ഒരാഴ്ച അച്ഛൻ ജോലിക്ക് പോയില്ല. ഇന്നലെ മുതലാ മാഷെ അച്ഛൻ ജോലിക്ക് പോയി തുടങ്ങിയത്. വീട്ടിൽ അരി പോലും വാങ്ങാതെയാ മാഷെ അമ്മ കാശ് തന്നത്. മക്കളെ, സത്യം പറയണം, നിങ്ങൾ ആരെങ്കിലും ഈ കാശ് എടുത്തോ? ഇല്ല മാഷേ, ഞങ്ങൾ എടുത്തിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഈ കാശ് എടുത്തോ? നിങ്ങൾ 3 പേരും എന്താ മിണ്ടാത്തത്? നിങ്ങളാണോ കാശെടുത്തത്? ഇവർക്കിതെന്ത് പറ്റി? ഇവർ സാധാരണ ഇങ്ങനെയല്ലല്ലോ. മാഷേ, ഇവർ ഗേറ്റിന് പുറത്ത് 2 ചേട്ടന്മാരിൽ നിന്നും എന്തോ വാങ്ങിക്കഴിക്കുന്നത് ഞാൻ കണ്ടു. അത് കഴിച്ച ശേഷം ഇവർ ആരോടും ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ അവരുടെ കയ്യിൽ നിന്നും മിഠായിയോ മറ്റെന്തെങ്കിലും വാങ്ങി കഴിച്ചായിരുന്നോ? അതെ, കഴിച്ചു മാഷേ. നിങ്ങൾക്ക് മിഠായി വാങ്ങാനുള്ള കാശ് എവിടെ നിന്ന് കിട്ടി? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾക്ക് കാശ് എവിടെ നിന്ന് കിട്ടി? അപ്പോ നിങ്ങളാണ് മിഠായി വാങ്ങാനായി മോഷണം നടത്തിയത് അല്ലേ? അതെ, ഇനി ആവർത്തിക്കില്ല മാഷേ. ആ മിഠായി കഴിച്ച ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? വല്ലാത്തൊരു തലവേദന. നിനക്കോ? സ്വർഗത്തിലെത്തിയതുപോലെ. സ്വർഗത്തിലെത്തിയതുപോലെ. കഴിഞ്ഞ 2 മാസമായി ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ച വേദന നിങ്ങൾക്കറിയാമോ മക്കളെ? അതിന് കാരണം നിങ്ങളെ ഈ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ഈ ലഹരിയാണ്. എനിക്കൊരേ ഒരു മകനാണ് ഉണ്ടായിരുന്നത്, എൻ്റെ വിനീത്. പഠനത്തിലും കലാകായിക രംഗത്തും പ്രതിഭ തെളിയിച്ചവൻ. അധ്യാപകരായിരുന്ന ഞാനും അവൻ്റെ അമ്മയും അവനെ തീരെ ശ്രദ്ധിച്ചതേയില്ല. കാരണം ഞങ്ങൾക്ക് അവനെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. ക്രമേണ അവന് പരീക്ഷകൾ മാർക്ക് കുറയാൻ തുടങ്ങി. ആ പ്രായത്തിലെ കുട്ടികൾക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു മാറ്റമായി മാത്രം ഞങ്ങളതിനെ കരുതി. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ അവൻ എപ്പോഴും മുറിക്കുള്ളിൽ തന്നെ കഴിയാൻ തുടങ്ങി. ഒരു ദിവസം അവൻ്റെ അമ്മയ്ക്ക് മുറി വൃത്തിയാക്കുന്നതിനിടയിൽ മേശയ്ക്കുള്ളിൽ നിന്ന് ഒരു സിറിഞ്ച് കിട്ടി. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ അന്ന് വരെ കാണാതിരുന്ന എൻ്റെ മകനെയാണ് കാണാൻ കഴിഞ്ഞത്. ആക്രോശത്തോടെ നമ്മുടെ നേരെ പാഞ്ഞെടുക്കുന്ന അവൻ്റെ രൂപം എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്നു. എൻ്റെ പൊന്നുമോൻ ലഹരിക്ക് കീഴ്പ്പെട്ടു എന്ന് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അവനെ ഞങ്ങൾ ചികിത്സയ്ക്കായി ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. അപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു എന്ന യാഥാർത്ഥ്യം ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞു. ഇരുമ്പഴിക്കുള്ളിൽ നിന്ന് അലമുറയിടുന്ന അവന്റെ ശബ്ദം ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു. കുറേ നാളുകൾക്ക് ശേഷം വീട്ടിലെത്തിയ അവൻ എൻ്റെ പൊന്നുമോ കയ്യിലെ ഞരമ്പ് മുറിച്ച് നിങ്ങൾ പറയുന്ന ആ സ്വർഗത്തിലേക്ക് എന്നേക്കുമായി യാത്രയായി. എൻ്റെ പൊന്നുമോ. മാഷേ, കരയല്ലേ മാഷേ? കരയല്ലേ മാഷേ? അവന്റെ അമ്മയുടെ കണ്ണുനീർ ഇന്നും തോർന്നിട്ടില്ല. കണ്ണീരു വറ്റാതെ കൈകൂപ്പി നിൽക്കും
ഒരമ്മതൻ വേദനയാരു കാൺമാൻ. കണ്ണീരു വറ്റാതെ കൈകൂപ്പി നിൽക്കുമൊരമ്മതൻ വേദന ആരു കാൺമാൻ. പേരിനായി മാത്രമായുള്ളൊരീ ജീവിതം ഭാരമായി ഏറെ വെറുത്തുപോയി. പേരിനായി മാത്രമായുള്ളൊരീ ജീവിതം ഭാരമായി ഏറെ വെറുത്തുപോയി. എന്റെ മകന് സംഭവിച്ചത് ഇനി ഒരു കുരുന്നിനും സംഭവിക്കരുത്. നിങ്ങളുടെ സ്വർഗം അച്ഛനമ്മമാരും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബമാണ്. നിങ്ങളുടെ സ്വർഗം കൂട്ടുകാരും അധ്യാപകരും അടങ്ങുന്ന ഈ വിദ്യാലയമാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങളെക്കുറിച്ച് എന്തെല്ലാം പ്രതീക്ഷകളാണ് അച്ഛനമ്മമാർക്ക്. നിങ്ങൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ കരുത്ത്. നിങ്ങൾ ലഹരിക്ക് അടിമപ്പെടാൻ പാടില്ല. നമ്മൾ പ്രതികരിക്കണം. നമ്മൾ പ്രതികരിക്കും. ഈ സാമൂഹ്യ വിരുദ്ധരെ ഒറ്റപ്പെടുത്തുക. ഈ സാമൂഹ്യ വിരുദ്ധരെ ഒറ്റപ്പെടുത്തുക. ലഹരിയുടെ വ്യാപാരികളെ തുറങ്കിലടയ്ക്കുക. ലഹരിയുടെ വ്യാപാരികളെ തുറങ്കിലടയ്ക്കുക. ഇവർ മരണത്തിന്റെ വ്യാപാരികൾ. ഇവർ മരണത്തിന്റെ വ്യാപാരികൾ. ഇവർക്ക് ശിക്ഷ ഉറപ്പാക്കുക. ഇവർക്ക് ശിക്ഷ ഉറപ്പാക്കുക. അറസ്റ്റ്. എത്ര കേമന്മാരായ വക്കീലന്മാർ വന്നാലും രാഷ്ട്രീയക്കാർ വന്നാലും നീയൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. നിന്നെയൊക്കെ ഞങ്ങൾ പൂട്ടേണ്ട രീതിയിൽ പൂട്ടും. എന്റെ വീട്ടിലുണ്ടടാ മക്കൾ. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരെ പോരാടിയ പാരമ്പര്യമുള്ള നമ്മുടെ കൊച്ചു കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് ഇപ്പോ ലഹരിയുടെ കൈകളിൽ അമരുകയാണ്. എത്രയെത്ര ജീവിതങ്ങളാണ് ഈ ലഹരി കവർന്നെടുത്തത്. പ്രിയപ്പെട്ട രമേശൻ സാർ, കുട്ടികളെ, നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ്, മാതൃകയാണ്. ഇതൊരു പാഠമാണ്. കുട്ടികൾക്ക് മാത്രമല്ല, സ്വന്തം മക്കളെ കണ്ണടച്ച് വിശ്വസിക്കുന്ന രക്ഷിതാക്കൾക്കും സ്കൂളിന് പുറത്തേക്ക് കണ്ണെത്താത്ത അധ്യാപകർക്കും ഇതൊരു പാഠമാണ്. ഈ നാട്ടിലെ ക്രമസമാധാനവും സുരക്ഷിതത്വവും പോലീസിന്റെ മാത്രം കർത്തവ്യമായി കരുതരുത്. ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് ധൈര്യമായി ഞങ്ങളെ അറിയിക്കാം. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സംസ്ഥാന സർക്കാരിനൊപ്പം നമുക്കും യോദ്ധാക്കളാകാം. Say no to drugs. Say no to drugs. നമുക്കും ഏറ്റു പറയാം. Say no to drugs. Say no to drugs. Say no to drugs. ലഹരി കവർന്നൊരാ ഓജസ്സും ബുദ്ധിയും മനനം ചെയ്തു നീ വീണ്ടെടുക്ക. ഇനിയുള്ള നാളുകൾ സ്നേഹത്തിൻ ലഹരിയാൽ ജീവിത സരണിയെ ധന്യമാക്കാം. മുള്ളു നിറഞ്ഞതാം പാത നാം കാണുക. അരുതേ ലഹരിയെന്നോർത്തിയിടുക. ഇനിയുള്ള നാളുകൾ സ്നേഹത്തിൻ ലഹരിയാൽ ജീവിത സരണിയെ ധന്യമാക്കാം. മുള്ളു നിറഞ്ഞതാം പാത നാം കാണുക. അരുതേ ലഹരിയെന്നോർത്തിയിടുക.